സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. പേപ്പർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടല്ല, എന്നെ പേടി ഞാൻ കടുതാൻ പുലിയൊന്നുമല്ല. പുള്ളി ഒന്ന് ചുമ്മാ രസം, എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ ദൈവന്മാരാരുമല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, ഞാൻ കണ്ടുപോയി. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പോൾ ഈ ഇന്ദ്രൻസിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല, ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അന്നത്തെ കാലം, ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ക്ഷയമായിക്കൊണ്ടിരിക്കുക. ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുക. ഞാൻ കുറേയേറെ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്നതാരാ പമ്പ് സെറ്റ്? അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷെരിക്കാർ, കുട്ടൻ്റെ ഷെരിക്കാർ. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയായത് കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ 2 ചെരുപ്പമായിട്ട് വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ്. അതിനകത്ത് മറ്റേ ഇടുക്കി ജാമ്പറും ഇങ്ങേരും കൂടെ ഞാനാ നീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമൊക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ ഉള്ളത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അകത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരുന്നു. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടി. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളതുകൊണ്ട്